പലതരത്തിലുള്ള പാടുകളും കുരുക്കളും നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ വന്നു പോയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബ്രൗൺ സ്പോട്ട്സ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ അവശേഷിപ്പിക്കാറില്ലേ. പിന്നെ പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറയേ വേണ്ട, ചുണ്ടിന് ചുറ്റും അല്ലെങ്കിൽ നെറ്റിയിൽ, മൂക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പലർക്കും പിഗ്മെൻറ്റേഷൻ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നീക്കം ചെയ്യാനായിട്ടാണ് ഒരു അടിപൊളി ഹോം റെമഡി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹോം റെമഡിയുടെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങളെ വേറൊരാളാക്കി മാറ്റാം എന്നല്ല, ബട്ട് സ്റ്റിൽ നമ്മുടെ സ്കിന്ന് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് ഏറ്റവും നന്നായിട്ട് കെയർ കൊടുക്കുക, അത് മാത്രമാണ് ഈ വീഡിയോൻ്റെ ലക്ഷ്യം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കുറേ ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഹോം റെമഡി നിങ്ങളുടെ സ്കിന്നിനെ ഇപ്പോൾ തന്നെ ട്രാൻസ്ഫോം ചെയ്ത് വേറൊരാളുടെ സ്കിന്നാക്കി മാറ്റിത്തരും എന്നൊന്നുമല്ല. സിമ്പിൾ ആൻഡ് വളരെ അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് നമ്മുടെ സ്കിന്നെ ട്രീറ്റ് ചെയ്ത് ഇപ്പോൾ ഉള്ള സ്കിൻ ടോണിന്ന് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനുള്ള കുറേ ടിപ്സാണ്. ഇനി നിങ്ങൾക്ക് പാടുകൾ ഉണ്ടെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലും അതൊരു വലിയ സംഭവമാക്കി എടുക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കുമല്ലോ നമുക്ക് കറുത്ത പാടുകളുണ്ട്. അതൊന്നുകിലും മുഖക്കുരു വന്നതിൻ്റെ ആവാം, അല്ലെങ്കിൽ ചുണ്ടിനൊക്കെ ചുറ്റും പിഗ്മെൻറ്റേഷനൊക്കെ പല കാരണങ്ങൾ കൊണ്ട് വന്നതാവാം. അതെന്താണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനുള്ള കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ ചെയ്ത് കൊടുക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് ഹീൽ ചെയ്യാനും ഒക്കെ സമയം കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്ന് തന്നെ നാച്ചുറലി ഹീലായിക്കോളും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഇത്. അപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെ വളരെ ജെൻറ്റിലായിട്ട് നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്ത് യൂസ് ആക്കുന്നത്. ഇതൊരു ആയുർവേദിക് ഒരു സംഭവമായിട്ടുള്ള മഞ്ചിഷ്ടയാണ് നമ്മൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ആക്കുന്നത്. കറുത്ത പാടുകൾ നീക്കം ചെയ്യാനും മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ മാറ്റാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആയുർവേദിക് റെമഡിയാണ് മഞ്ചിഷ്ട. മഞ്ചിഷ്ട നമുക്കിങ്ങനെ തടി പോലെ വാങ്ങിക്കാനായിട്ട് കിട്ടും, ഇതുപോലെ പൊടിച്ചിട്ടും കിട്ടാറുണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് യൂസ് ആക്കാനായിട്ട് വാങ്ങാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ വാങ്ങാം. ഞാൻ യൂസ് ചെയ്യുന്നത് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനൊക്കെ കിട്ടും, ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, വേണമെന്നുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇത് അങ്ങാടി മരുന്ന് കടകളിലൊക്കെ കിട്ടുന്ന ഐറ്റം തന്നെയാണ്. ഒപ്പം നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ചിഷ്ട നമ്മുടെ സ്കിന്നിന് ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ കുറച്ച് കൊണ്ടുവരാനും പിഗ്മെൻറ്റേഷൻ ലൈറ്റൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫീഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളിതിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് എന്താ വെച്ചാൽ മസ്റ്റാണ്. തൈര് അല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക. കാര്യം വേറൊന്നുമല്ല, മഞ്ചിഷ്ട ഇതൊരു തടിയാണ്, പൊടിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതായത് തടിയിൽ നിന്ന് അരച്ചെടുക്കുന്ന പൊടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇതിൽ തൈര് അല്ലെങ്കിൽ പാല് ചേർത്ത് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള സംഭവം ചേർത്ത് യൂസ് ആക്കുന്നതാണ് നല്ലത്. ഇപ്പം നിങ്ങൾക്ക് തൈരൊന്നും പറ്റില്ല എന്നാണെങ്കിൽ ഒരല്പം മാത്രം ചേർത്ത് കൊടുത്തിട്ട്, പാലോ തൈരോ ഏതെങ്കിലും ഒരല്പം മാത്രം ചേർത്ത് കൊടുത്തിട്ട് ബാക്കി റോസ് വാട്ടർ ചേർക്കുന്നതോ ആണ് നല്ലത്. അല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്നും പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി അലോവേര ജെല്ല് മിക്സ് ചെയ്തെടുക്കാം. ഒപ്പം തേനും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിലൊരു നറിഷ്മെൻറ്റും ഒക്കെ കിട്ടും. പക്ഷേ നിങ്ങൾക്ക് തൈരൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും യൂസ് ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഉറപ്പായും തൈര് തന്നെ ചേർത്ത് കൊടുക്കുക. കാര്യം അത്രമാത്രം പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സൺ ടാൻ അടിച്ചിട്ട് നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുന്നത്. ആ ഒരു പിഗ്മെൻറ്റേഷൻ ലൈറ്റൻ ചെയ്യാൻ ഒക്കെ തന്നെ തൈര് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് നല്ല ഒരു മാറ്റം സ്കിന്നിൽ അറിയാനായിട്ട് പറ്റും. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ആഴ്ചയിൽ 2 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നാണെങ്കിൽ മാക്സിമം ഒരു 3 ദിവസം യൂസ് ആക്കാം. അതിൽ കൂടുതൽ യൂസ് ആക്കണ്ട. പിന്നെ റെഗുലറായിട്ടൊരു സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഫേസ് പാക്കിന് പകരം ഇതിന് മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫേസ് പാക്സ് ഉണ്ടല്ലോ, അത് ഞാൻ പറയുന്നുണ്ട്. റെഗുലറായിട്ട് ഒരു 5 ദിവസമൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഫേസ് പാക്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അതാവുമ്പോൾ നമുക്ക് സ്കിൻ റെഗുലറായിട്ട് ഗ്ലോ നിലനിർത്താനും ഒക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ്. സോ നല്ല രീതിയിൽ അത് വർക്കാവും. പക്ഷേ പിഗ്മെൻറ്റേഷൻ്റെ കറുത്ത പാടുകൾ ഇങ്ങനത്തെ സാധനങ്ങൾ മാറ്റാനായിട്ടാണ് ഈ ഒരു പാക്ക് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇത് വന്നിട്ട് റെഗുലറായിട്ട് നമ്മുടെ സ്കിൻ ഗ്ലോ ആകാനും നറിഷ് ചെയ്യാനും മോയ്സ്ചറൈസ് ആക്കി വെക്കാനും വേണ്ടിയിട്ട് നിങ്ങളിത് തിരഞ്ഞെടുക്കണ്ട. ഈ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് നമ്മൾ മെയിനായിട്ട് യൂസ് ആക്കുന്നത്. സോ ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് സ്കിൻ ക്ലീൻ ചെയ്യുക. എന്നിട്ട്
ഈ പാക്ക് ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നല്ല രീതിയിൽ സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യും. അതോടൊപ്പം നമുക്ക് ഇതൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാര്യം എല്ലാവർക്കും അറിയായിരിക്കും, ആദ്യമായിട്ടാണ് യൂസ് ആക്കുന്നതെങ്കിൽ മേ ബി നിങ്ങൾക്ക് സെറ്റ് ആവണുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ചെവിയുടെ പുറകിലായിട്ടോ കഴുത്തിലോ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. കയ്യിലൊക്കെ പിന്നെയും സാധനങ്ങളെല്ലാം സെറ്റ് ആവും, പക്ഷെ കഴുത്താവുമ്പോൾ കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണല്ലോ. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് മുഖത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ താടിയുടെ അവിടെയൊക്കെ ഉണ്ടല്ലോ, താടിയുടെ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുഖത്ത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ വെച്ചിരുന്നിട്ട് അത് കഴുകി കളഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അടുത്ത യൂസ് മുതലൊക്കെ തന്നെ ഒരു 15 മിനിറ്റൊക്കെ വെച്ചേക്കാം. പിന്നെ ഇത് കൊച്ചു കുട്ടികളൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു 20 വയസ്സിന് 25 വയസ്സിനൊക്കെ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞവരാണ്, ഒരു 20 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കറുത്ത പാടുകൾ ചെറുപ്പത്തിൽ ഇപ്പോൾ ഒരു 15 വയസ്സിലൊക്കെ മുഖക്കുരു വന്നതിൻ്റെ പാട് വരെ ഇപ്പോൾ കാണും. നിങ്ങൾക്ക് പലർക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറേ മുഖക്കുരു വന്നതിൻ്റെ പാടുകളൊക്കെ താനേ അങ്ങ് ഫെയ്ഡായി പൊക്കോളും. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ല ഡീടോക്സിങ് ആയിട്ടുള്ള ഫുഡാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് തന്നെ അത് നാച്ചുറലി റിപ്പയർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പുറത്തുനിന്ന് കൊടുക്കുന്ന ഐറ്റംസിനെക്കാളും കൂടുതൽ നല്ലതാവുക നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വെള്ളരിക്ക, ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഡീടോക്സിങ് ആയിട്ടുള്ളത്, അതൊക്കെ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും കഴിക്കാനായിട്ട് നോക്കുക. ഒരുപാട് എല്ലാ ദിവസവും കഴിക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ കഴിക്കാനായിട്ട് നോക്കുക. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിക്കാനായിട്ട് നോക്കുക. അങ്ങനെ ഒരു 1 മന്ത് 3 മന്ത്സ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിലൊരു മാറ്റം നമുക്കറിയാൻ പറ്റും. നമ്മുടെ സ്കിൻ തന്നെ നാച്ചുറലി റിപ്പയർ ചെയ്ത് തുടങ്ങും. ഒപ്പം ഇതുപോലത്തെ ഹോം റെമഡീസൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കും. അങ്ങനെയൊക്കെ ചെയ്താൽ ആ ഒരു പിഗ്മെൻറ്റേഷനും ഡാർക്ക്നെസ്സും ഡൾനെസ്സും ഒക്കെ മാറി കിട്ടും. ഒപ്പം ഇതുപോലത്തെ ഹോം റെമഡീസും ട്രൈ ചെയ്താൽ പെട്ടെന്ന് ഒരു മാറ്റം അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ നിങ്ങളിത് പ്രോപ്പറായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ രീതിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്താൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അതോടൊപ്പം ഉറപ്പായിട്ടും ഒരിക്കലും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഏതൊരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ നമുക്ക് സൺസ്ക്രീൻ, പുറത്ത് പോകുന്ന സമയത്താണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ആക്കാം, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു മോയ്സ്ചറൈസർ, അല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും യൂസ് ആക്കാം. പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം, സൺസ്ക്രീൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. നന്നായിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. വെയിലത്ത്, അതായത് സൺ ടാൻ എന്ന പ്രൊട്ടക്ഷൻ തരുന്നതിനപ്പുറത്ത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബാരിയർ ആയിരിക്കും, നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. സൺ ടാൻ മാത്രമല്ല കേട്ടോ, നമുക്കിപ്പോൾ പൊടി, അഴുക്ക് ഇതൊക്കെ ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിൽ വരുന്നതിനേക്കാളും നല്ല രീതിയിലൊരു പ്രൊട്ടക്ഷൻ സൺസ്ക്രീൻ തരുന്നുണ്ട്. സോ റെഗുലർ ബേസിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സ്കിന്നും യൂസ് ചെയ്യാത്ത സ്കിന്നും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി യൂസ് ആക്കാൻ. ഞാനും ഇടയ്ക്ക് മറന്നു പറഞ്ഞ മടി കാരണം ചെയ്യാറില്ല. ബട്ട് ഞാൻ വിചാരിക്കുന്നത് ഇനിയെങ്കിലും അത് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നാണ്. നല്ല ക്വാളിറ്റിയുള്ള സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ടിപ്സൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും സ്കിൻ ഗ്ലോ ആകാനും ഒക്കെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ.